നിങ്ങളെപ്പോഴെങ്കിലും ഒരു ചെടിയെ നോക്കി ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? അത് നമ്മളെപ്പോലെ ഓടി നടക്കുകയോ ഭക്ഷണം തേടിപ്പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് അതിന് ജീവിക്കാൻ വേണ്ട ഭക്ഷണം കിട്ടുന്നത്? വാ, സസ്യങ്ങളുടെ ലോകത്തെ ആ വലിയ രഹസ്യമെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു നല്ല ചോദ്യമാണ്, അല്ലേ? മൃഗങ്ങളാണെങ്കിൽ ഭക്ഷണം തേടി നടക്കും, നമ്മളാണേലും അങ്ങനെ തന്നെ. പക്ഷേ ഒരേ സ്ഥലത്ത് വേരുറപ്പിച്ച് നിൽക്കുന്ന ഈ പാവം ചെടികൾക്ക് എവിടുന്നാകും ആഹാരം കിട്ടുന്നുണ്ടാവുക? നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ദേ ഈ ചിത്രത്തിലാണ്. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ ചെടിയുടെ പടം പോലെ തോന്നാം, പക്ഷേ ചെടിയുടെ ആ അത്ഭുത ലോകത്തേക്കുള്ള ഒരു മാപ്പാണിത്. നമുക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാലോ? നമ്മൾ എന്ത് ഭക്ഷണമുണ്ടാക്കുകയാണെങ്കിലും അതിന് ചില ചേരുവകൾ വേണമല്ലോ. അതുപോലെ തന്നെ ചെടിയുടെ ഈ സ്പെഷ്യൽ പാചകത്തിനും ചില അത്യാവശ്യ സാധനങ്ങൾ വേണം. എന്തൊക്കെയാണതെന്ന് നോക്കാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ സങ്കീർണമായ റെസിപ്പിയൊന്നുമല്ല ഇത്. വളരെ ലളിതമാണ്, പക്ഷെ ഭയങ്കര പവർഫുള്ളുമാണ്. അതിനു വേണ്ടത് വെറും 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് വെള്ളം. ചെടി അതിൻ്റെ വേരുകളിലൂടെ മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കും. രണ്ടാമതായി, നമ്മളൊക്കെ ശ്വാസം വിടുമ്പോൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് ഇലകളിലുള്ള ചെറിയ ദ്വാരങ്ങളിലൂടെ ചെടി അകത്തേക്കെടുക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, ഈ പാചകം ചെയ്യാനുള്ള എനർജി. അത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഈ അടുക്കളയിലെ തീയെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചെടികളുടെ ഈ അടിപൊളി പാചകത്തിന് ഒരു പേരുണ്ട് കേട്ടോ. സയൻസിലൊക്കെ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഈ പാചകമൊക്കെ നടക്കുന്നത് എവിടെയായിരിക്കും? ചെടിയുടെ അടുക്കള എവിടെയാണ്? അത് വേറെങ്ങുമല്ല, ചെടിയുടെ ഇലകളിലാണ്. അതെ, ഓരോ ഇലയും ഓരോ കുഞ്ഞു കിച്ചനാണ്. അപ്പോൾ ഇതാണ് പ്രകാശ സംശ്ലേഷണം. വളരെ സിമ്പിളായി പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സൂര്യപ്രകാശവും വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ചെടികൾ തങ്ങൾക്ക് വളരാനും ജീവിക്കാനും വേണ്ടിയുള്ള ഭക്ഷണമുണ്ടാക്കുന്നൊരു പ്രോസസ്സ്. പക്ഷേ ഈ അടുക്കളയിൽ ഒരു സ്പെഷ്യൽ ആളുണ്ട്. ഈ പാചകത്തിലെ മാന്ത്രികൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതാണ് ഹരിതകം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഈ ഇലകൾക്കൊക്കെ ഒരു പച്ച നിറം? അത് വെറും ഭംഗിക്കു വേണ്ടി മാത്രമാണോ, അതോ ഈ പാചകത്തിൽ അതിനെന്തെങ്കിലും വലിയ റോളുണ്ടോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്: ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ. ഇലകൾക്ക് പച്ചനിറം കൊടുക്കുന്നത് ഇയാളാണ്. പക്ഷേ അതൊരു വെറും കളറല്ല. സൂര്യപ്രകാശത്തെ ഒരു സ്പോഞ്ച് പോലെ വലിച്ചെടുത്ത് പാചകത്തിനു വേണ്ട എനർജിയാക്കി മാറ്റുന്ന സൂപ്പർ ഹീറോയാണ് ഈ ഹരിതകം. അത്ഭുതം തന്നെയല്ലേ? ഒന്നുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ, ഓരോ ഇലയും ഒരു കുഞ്ഞു സോളാർ പാനൽ പോലെയാണ് പ്രവർത്തിക്കുന്നത്. സൂര്യനിൽ നിന്നുള്ള ശക്തിയെ മുഴുവൻ പിടിച്ചെടുത്ത് ചെടിയുടെ ഫുഡ് ഫാക്ടറി പ്രവർത്തിപ്പിക്കാനുള്ള കറണ്ടാക്കി മാറ്റുന്നു. അപ്പോൾ ചെടി തനിക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ഈ പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടി ഒരു വലിയ സമ്മാനം കൂടി ചെടി തരുന്നുണ്ട്. അതെ, ചെടി സ്വന്തം ഭക്ഷണമുണ്ടാക്കുന്നതിനൊപ്പം നമുക്ക് വേണ്ടി വളരെ വിലപ്പെട്ട ഒരു സാധനം പുറത്തേക്ക് വിടുന്നുണ്ട്. നമ്മളൊക്കെ ജീവിക്കാൻ ആശ്രയിക്കുന്ന ഒന്ന്. എന്തായിരിക്കും അത്? ഉത്തരം ഈ 2 അക്ഷരങ്ങളിലുണ്ട്: O2. നമ്മളെല്ലാവരുടെയും ജീവൻ. അതെ, ഓക്സിജൻ. നമ്മൾ ഓരോ നിമിഷവും ഉള്ളിലേക്കെടുക്കുന്ന പ്രാണവായു. അത് ചെടികൾ നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണ്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ചെടികളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? ചെടികൾ വെറും ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, അവ നമ്മുടെ എല്ലാം ജീവന്റെ അടിസ്ഥാനമാണ്. ഓരോ ചെടിയും നമുക്ക് ശ്വാസം തരുന്ന ഓരോ ഫാക്ടറിയാണ്. ഇനി അടുത്ത തവണ നിങ്ങൾ പുറത്തിറങ്ങി ഒരു നല്ല ദീർഘശ്വാസം എടുക്കുമ്പോൾ ചുറ്റുമുള്ള ആ മരങ്ങളെയും ചെടികളെയും ഒന്ന് നോക്കണം. എന്നിട്ട് മനസ്സിൽ ഏത് ചെടിക്കായിരിക്കും നിങ്ങൾ നന്ദി പറയുക?